നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയായ അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രത്തിലേക്കും ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കലക്ടറേറ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ബഹളാമുഖി ദേവിയാണ്. പരാശക്തിയുടെ 10 ഭാവങ്ങളായ ദശമഹാവിദ്യകളിൽ ഒന്നാണ് ഈ ഉഗ്രമൂർത്തിയായ ബഹളാമുഖി ദേവി. ഈ ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ധാരാളം മത്സ്യം ലഭിക്കാനായി ക്ഷേത്രത്തിൽ നിന്നും കൊടി കൊണ്ടുപോയി മത്സ്യബന്ധന വള്ളങ്ങളിലും മറ്റും കെട്ടുന്ന പതിവുണ്ട്. അമ്മച്ചിവീട് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ധനുമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുതി ഉത്സവം ഉണ്ടാകാറുണ്ട്. അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രത്തിന്റെ ആദ്യകാല ചരിത്രത്തെ സംബന്ധിച്ചുള്ള രേഖകളൊന്നും ലഭ്യമല്ല. ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തെ അമ്മച്ചിവീട് കുടുംബം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് കരുതുന്നു. ഐതിഹ്യം ഇങ്ങനെയാണ്: ഒരു കുടുംബ പോരിൽ എതിർ കുടുംബത്തിലെ കുട്ടിയെ നശിപ്പിക്കാൻ 4-ാം വേദക്കാരനെ സമീപിച്ചു. ഇതിന് തടസ്സം നിന്ന പരാശക്തിയെ സ്തംഭിപ്പിച്ച് ഹോമിക്കാൻ മറ്റേ കൂട്ടർ തയ്യാറായി. മറ്റേ കുടുംബക്കാർ ഭക്തിയോടെ ഭഗവതിയെ ബഹളാമുഖി രൂപത്തിൽ ആരാധിച്ച് സ്തംഭനാവസ്ഥ നീക്കി പരാശക്തിയെ ഹോമിക്കാൻ തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ 4-ാം വേദക്കാരനെ ഹോമിച്ചു. അന്യമതക്കാരനായ ഇയാളുടെ ആത്മാവിനെയാണ് ജിന്നായി ഈ ക്ഷേത്രത്തിന് മുൻപിലെ ഇലഞ്ഞിയുടെ ചുവട്ടിൽ കുടിയിരുത്തിയിട്ടുള്ളത്. ഭക്തിയോടെ ആര് വിളിച്ചാലും അവരുടെ വിളിപ്പുറത്ത് അമ്മ ഓടിയെത്തും എന്നാണ് സങ്കല്പം. അമ്മച്ചിവീട് അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയഭക്തിയോടുകൂടി മാത്രമേ ദേവിയെ ഓർക്കാറുള്ളൂ. അത്രയ്ക്ക് ഉഗ്രമൂർത്തിയായ ബഹളാമുഖിയാണ് ദേവി. കടുത്ത ആപത്തുകൾ തീരാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയാണെന്നും അരൂപിയാണെന്നും വിശ്വസിക്കുന്നു. അതിനാൽ വിഗ്രഹമില്ല. ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്താവിന്റെ ഗുരുവാണ് ഇവിടുത്തെ ഭഗവതി എന്നും വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആദ്യം പീഠം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പുതുക്കി പണിതു. ശ്രീകോവിലിലെ 4 അടിയോളം പൊക്കമുള്ള ഗർഭഗൃഹത്തിൽ പരാശക്തി കുടികൊള്ളുന്നു. ഇവിടെ വിഗ്രഹമില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വർണ പീഠത്തിൽ 2 ശംഖുകൾ, ഇവയിൽ ആണ് ഭഗവതി കുടികൊള്ളുന്നത്. വിഗ്രഹം ഇല്ലെങ്കിലും ഒരുക്കങ്ങൾക്ക് ഒട്ടും കുറവില്ല. വലിയ മാലകളും വള്ളിലതാദികളും സ്വർണം കൊണ്ടുള്ളതാണ്. നിവേദ്യം തിടപ്പള്ളിയിൽ നിന്നുകൊണ്ട് വരുന്നത് തന്നെ മുത്തുക്കുട ചൂടിയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് മേനി പായസവും ബഹളാമുഖി പുഷ്പാഞ്ജലിയുമാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായി ബഹളാമുഖി അർച്ചന നടത്തുന്ന ശാക്തേയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. തൊട്ടടുത്തുള്ള കാവിൽ പറപ്പൂരമ്മയും നാഗദേവതകളും കുടികൊള്ളുന്നു. പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതി, രക്തചാമുണ്ഡി, പരമ്പര്, രക്ഷസ്, മറുത, യക്ഷി, ഗന്ധർവൻ, മാടൻ, ബ്രഹ്മരക്ഷസ്, വേതാളം, യോഗീശ്വരൻ എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് നാഗരാജാവും നാഗയക്ഷിയും നാഗകന്യകയും കുടികൊള്ളുന്ന ഒരു സർപ്പക്കാവുണ്ട്. ഇവിടെ എല്ലാ വർഷവും സർപ്പബലിയും 100 പാലും നടത്താറുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് ജിന്നിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അമ്മച്ചിവീട് ക്ഷേത്രത്തിൽ നിത്യവും 5 പൂജ നടക്കാറുണ്ട്. വിശേഷാവസരങ്ങളിൽ പ്രത്യേക പൂജകളും നടത്തി വരുന്നു. എല്ലാ വർഷവും ധനുമാസത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നു. ഗുരുതി ഉത്സവം എന്നാണ് ഇതറിയപ്പെടുന്നത്. ധനുമാസത്തിലെ വെള്ളിയാഴ്ച ഗുരുതി ഉത്സവത്തിന് കൊടിയേറുന്നു. ഉത്സവാഘോഷങ്ങൾ 10 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലപൂജയ്ക്ക് ശേഷമാണ് അമ്മച്ചിവീട് ക്ഷേത്രത്തിലെ ഗുരുതി ഉത്സവം നടക്കുന്നത്. നവരാത്രി, വിജയദശമിയും പ്രധാനമാണ്. നന്ദി, നമസ്കാരം.